മക്കള് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസിലെ എന്താ പഠിക്കാൻ പോകുന്നത്? ഹൈഡ്രോ കാർബൺസിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നെയിം റിയാക്ഷൻസ്, ഒരു 3 ഇമ്പോർട്ടന്റ് നെയിം റിയാക്ഷൻസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഏതൊക്കെ റിയാക്ഷൻ? ഒന്ന് വുഡ്സ് റിയാക്ഷൻ, എന്ന് മാർക്കോണിക്കോവ്, ആന്റി മാർക്കോണിക്കോവ്, സിസ്റ്ററാൻസ് ഐസോമെറിസം. 4 കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ 4 കാര്യങ്ങൾ അടിച്ചു പിടിച്ച് നമുക്ക് പഠിക്കാം. സോ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ നമ്മുടെ എക്സാം ചോദിക്കും? ഒന്നേ വുഡ്സ് റിയാക്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ മാർക്കോണിക്കോവ് ചോദിക്കും, അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോവ് ചോദിക്കും, അല്ലെങ്കിൽ സിസ്റ്ററാൻസ് ഐസോമെറിസം ചോദിക്കും. സോ ഇമ്പോർട്ടന്റ് നമുക്ക് പഠിച്ചേ പറ്റൂ. സിമ്പിൾ ആണ്. സോ അപ്പൊ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഹാലോ അലക്കേൻ. ഓക്കെ മക്കളെ, മറന്നുപോയത് നമുക്ക് ഇനിയിപ്പോ എഴുതാൻ, അതായത് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ഓർത്ത് വെക്കണം? നമ്മള് സെന്റൻസിൽ ഓർത്ത് വെക്കണം. ഹാലോ അലക്കേനെ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്താണ് ഹാലോ അലക്കേൻ? എന്താണ് മക്കളെ ഹാലോ? നമ്മൾ അതിനെ റെപ്രസെന്റ്, പിന്നെ ആൽക്കേൻ നമ്മൾ അതിനെ റെപ്രസെന്റ് ആർ, ആൽക്കേൻ നമ്മൾ റെപ്രസെന്റ് ആർ ആയിട്ടാണ്. എക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് പറഞ്ഞ ഹാലോജൻസ്. എക്സ് പറഞ്ഞ എന്താണ്? ഹാലോജൻസ്. മറന്നുപോയത്. അപ്പോ നമ്മൾ ഹാലോ അൽക്കേൻ ആർ എക്സ് ആണ് ഹാലോ അൽക്കേൻ. ഓക്കെ, ഹാലോ അൽക്കേനിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്തു? 2Na. സോഡിയം ആഡ് ചെയ്തു. 2 RX എടുക്കുന്നേ, RX. സോ 2 RX ഉണ്ട്. സോ ഹാലോ അൽക്കേനിലോട്ട് നമ്മൾ സോഡിയത്തെ ആഡ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ? അപ്പൊ മറന്നു പോയത് കണ്ണും പൂട്ടി പഠിച്ചോളാം. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലോ അൽക്കിലോട്ട് സോഡിയം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ, കണ്ണും പൂട്ടി. ഓക്കെ, സോ ഡ്രൈ ഈതർ. സോ ഡ്രൈ ഈതർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൽക്കേൻ കിട്ടും. ആർ, ഇവിടെ ഒരു ആർ ഉണ്ട്, അപ്പൊ RR. ഓക്കെ, സോ RR പ്ലസ് ഇവിടെ 2Na ഉണ്ട്, ഒരു 2X ഉണ്ട്, അപ്പൊ 2NaX കിട്ടും. അപ്പൊ എന്താടാ മക്കളെ, എന്താ റിയാക്ഷൻ? നമ്മുടെ എന്താ വുഡ്സ് റിയാക്ഷൻ? ഹാലോ അൽക്കേനിലോട്ട് സോഡിയം റിയാക്ട് ചെയ്യുന്ന സമയത്ത് പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്താ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കേൻ കിട്ടും. ഇതാണ് ആൽക്കേൻ, ഇതാണ് ഹാലോ ആൽക്കേൻ. ആൽക്കേൻ ആറാണ്. എക്സ് ആണ് ഹാലോജൻസ്, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഓക്കെ, ഇവരൊക്കെ വിളിക്കുന്നവരാണ് ഹാലോജൻസ്. അപ്പൊ മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അടിച്ചു പൊളിച്ച് പഠിച്ചോളാം, എന്തായാലും എക്സാം ചോദിക്കും. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ബ്രോമോ ഈതേനെ നമുക്ക് എന്താക്കി മാറ്റണം? ബ്രോമോ ഈതേൻ നമുക്ക് ഈതേനാക്കി മാറ്റണം. ഓക്കെ, പറഞ്ഞു പോയത് എന്താ? ബ്രോമോ ഈതേനെ ഈതേനാക്കി മാറ്റണം. നമ്മുടെ ഇക്വേഷൻ എന്താ? RX. അപ്പൊ R എന്ന് പറഞ്ഞാൽ CH3. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ബ്രോമോ ആണ്, അപ്പൊ ബ്രോമിൻ, അപ്പൊ CH3Br. CH3Br. ഓക്കെ, CH3Br. ഓക്കെ, ദെൻ എന്താണ് എന്താ പ്രശ്നം? അനി ആരെ ആഡ് ചെയ്യണം? സോഡിയത്തെ ആഡ് ചെയ്യണം. അപ്പൊ 2Na ഞാൻ ആഡ് ചെയ്തു, പ്ലസ് അവിടെ ഒരു RX ഉണ്ട്, അപ്പൊ CH3Br. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞ RR, 2R. ഇതൊരു R ആണ്, ഇത് നമ്മുടെ അടുത്ത R ആണ്. സോ എന്ത് കിട്ടും? CH3 പ്ലസ് 2NaBr. എന്താ കിട്ടിയേ? ബ്രോമോ ഈതേന് ഈതേനാക്കി പറ്റും. അപ്പൊ CH3Br ആണ് നമ്മുടെ ബ്രോമോ ഈതേൻ. ഓക്കെ, CH3Br ആണ് എന്ത്? ബ്രോമോ ഈതേനോട്ട് ഞാൻ Na ആഡ് ചെയ്തു. സോ Na ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ആൽക്കേൻ കിട്ടി. അപ്പൊ Na ആഡ് ചെയ്താൽ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. മറന്നുപോയത്, നമ്മുടെ ഹാലോ ആൽക്കേനിലോട്ട് Na ആഡ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വുഡ്സ് റിയാക്ഷൻ. ആരാ? റിയേജന്റ് ഡ്രൈ ഈതർ. അതായത് റിയേജന്റ് ഡ്രൈ ഈതർ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റിയാക്ഷൻ. അത് രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ആർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസ. സോ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നാളത്തെ എക്സാം പേപ്പറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി പേപ്പറിൽ ഉറപ്പുള്ള കാര്യങ്ങളാണ്. 100% ഞാൻ ഉറപ്പിരുന്നു, ഇത് നിങ്ങളുടെ കെമിസ്ട്രി പേപ്പറിൽ ഉറപ്പാണ്. ഓക്കെ, ഈ പഠിപ്പിക്കുന്ന 4 റിയാക്ഷനിൽ 3 റിയാക്ഷൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇതിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ ഐസോമെറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ സ്റ്റീറിയോ ഐസോമെറിസത്തെ പിന്നെയും 2 ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതാണ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം. ഓക്കെ, സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം. സിസ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിൾ ബ്യൂട്ട് 2E. ഓക്കെ, ബ്യൂട്ടി 2E എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ട്. ഈ ഹൈഡ്രോ കാർബൺ നമുക്ക് സിസ് ട്രാൻസ് ഐസോമെറിസം ആക്കണം. അപ്പൊ ഹെഡിങ് എന്താ? സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം. അപ്പൊ നമ്മളോട് ഒരു എക്സാമ്പിൾ എന്നിട്ട് നമ്മളോട് പറയും സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം എഴുതാം. അപ്പൊ സിസ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ് എന്ന് പറഞ്ഞാല് സെയിം സൈഡിൽ. ഓക്കെ, അതായത് ഇപ്പോ ബ്യൂട്ടി നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടി എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH,
CH3. ഇതാണ് നമ്മുടെ ബ്യൂട്ടീൻ. ഓക്കെ, ഈ ബ്യൂട്ടീൻ നമുക്ക് മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ ബ്യൂട്ടീൻ, ബ്യൂട്ടി2ഈൻ. ഈ ബ്യൂട്ടി2ഈൻ നമുക്ക് മാറ്റിയിട്ട് എന്താക്കണം? സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ആക്കണം. ഓക്കെ, ബ്യൂട്ടി2ഈനെ മാറ്റി നമുക്ക് സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ആക്കണം. അപ്പൊ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് തന്നെയാക്കുക. സിസ് ആണെങ്കിൽ ഓക്കെ, അപ്പോ സെൻട്രലില് 2 കാർബൺ, C ഡബിൾ ബോണ്ട്. ഓക്കെ, സെയിം സൈഡാണ്, അതായത് ഇതുണ്ടോ സെയിം സൈഡ് അല്ല ഇത് നമ്മൾ സിസ് ഐസോമർ എന്ന് പറയും. ഓക്കെ ഓക്കെ, അത് സെയിം സൈഡാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഐസോമറുകളെ വിളിക്കുന്നവരാണ് സിസ് ഐസോമേഴ്സ്. ഇനി ഡിഫറൻറ്റ് സൈഡിലായി തന്നെ നോക്കിക്കോട്ടോ. ഇനി നമ്മൾ ഡയഗണലായിട്ട് ചെയ്തതാണ്. ഇവിടെ CH3, ഇവിടെ H, ഇവിടെ CH3, ഇവിടെ H, കണ്ടോ ഡബിൾ ബോണ്ട്. ഇതിനെ വിളിക്കുന്നവരെ ട്രാൻസ്. ഓക്കെ, ഇതിനെ വിളിക്കുന്നവരാണ് ട്രാൻസ് ഐസോമേഴ്സ്. ഓക്കെ, സോ സിസ് എന്ന് പറഞ്ഞാൽ സെയിം സൈഡ് നമ്മൾ എന്ത് വിളിക്കും? സിസ് എന്ന് വിളിക്കും. അത് ട്രാൻസ് എന്താണ്? ഇത് ഓപ്പോസൈഡില് സിസ്, ഇതാണ് നമ്മുടെ ട്രാൻസ് ഐസോമറിസം. ഓക്കെ, എന്താണ് ഓപ്പോസൈഡിൽ ചെയ്താൽ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ് ഐസോമറിസം. അതാണ് ഓപ്പോസൈഡ് CH3 വന്നു, ഓപ്പോസൈഡ് H വന്നു. അങ്ങനെ ഓപ്പോസൈഡിൽ ചെയ്താണ് നമ്മുടെ എന്താണ്? ട്രാൻസ്. ഓക്കെ, ഓപ്പോസൈഡിൽ ചെയ്താണ് ട്രാൻസ്, സെയിം സൈഡാണ് സിസ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം നമ്മൾ എക്സാമ്പിൾ എന്തായാലും ബ്യൂട്ടി2ഈൻ. നിങ്ങളോട് എന്തെങ്കിലും ബ്യൂട്ടി2ഈനോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ, 100% ഉറപ്പ് പറയുകയാണ്, ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മളോട് ചോദിച്ചിരിക്കും. സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം. അതായത് പിന്നെ ബ്യൂട്ടി2ഈനോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. ആ 2 എക്സാമ്പിളും നല്ലപോലെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, എടുത്തു പറയുകയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബ്യൂട്ടി2ഈൻ നോക്കണം. ബ്യൂട്ടി2ഈൻ എന്തായാലും നിങ്ങളോട് ചോദിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന മാർക്കോനിക്കോവ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ ഓക്കെ, മാർക്കോനിക്കോവ് പ്രിൻസിപ്പിൾ. മാർക്കോനിക്കോവ് റൂൾ വളരെ സിമ്പിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഹാലോ അൽക്കേനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഇത്. സോ അൺസിമെട്രിക്കൽ പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് ഇതൊരു അൺസിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് വരും. ഞാനിപ്പോ ഈ ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് അല്ല. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് അൺസിമെട്രിക്കൽ. കട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വൽ അല്ലാതെ, അതായത് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ അല്ലാതെ വരുന്നതിനെ വിളിക്കുന്ന പേര് അൺസിമെട്രിക്കൽ. അപ്പൊ ഓർത്ത് വെക്കണം, മാർക്കോനിക്കോവിലെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ, ഒരു ആൽക്കീൻ ആയിരിക്കും. ഓക്കെ, എന്നാണ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീൻ ആയിരിക്കും. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊപ്പീൻ. ഓക്കെ, പ്രൊപ്പീൻ. ഓക്കെ, 3 കാർബൺ കൊണ്ടാണ് പ്രൊപ്പ്, ഡബിൾ ബോണ്ടാണ് ഈൻ. ഓക്കെ, പ്രൊപ്പീൻ. പ്രൊപ്പീനിലോട്ട് ഹൈഡ്രജൻ ഹാലൈഡ് HBr ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? HBr. അപ്പൊ മാർക്കോനി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലോട്ട്, ആൽക്കീനാണ്, ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ആളാണ്. ആൽക്കീനിലോട്ട് ഹൈഡ്രജൻ ഹാലൈഡ്. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ട്, ഹാലൈഡ്. അപ്പൊ നമ്മൾ HX എന്നാ പറയും. ഓക്കെ, HX പറഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഹാലൈഡിലോട്ട് ഞാൻ ആഡ് ചെയ്തു. അപ്പൊ പ്രൊപ്പിയിലോട്ട് ഞാൻ ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്തു. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാർക്കോനിക്കോവ് പ്രിൻസിപ്പിൾ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, മാർക്കോനിക്കോവ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ മാർക്കോനിക്കോവ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ എന്താണ്? ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്തോട്ട്, മറന്നു പോയത്, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എവിടെയാ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഇതാണ് നമ്മുടെ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലോട്ട് മക്കളെ മറന്നു പോകരുത്. മാർക്കോനിക്കോവ് ആണെങ്കിൽ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അങ്ങോട്ട് നമ്മുടെ എന്ത് വരും? Br വരും. ഓക്കെ, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അങ്ങോട്ട് നമ്മുടെ ആര് വരും? Br വരും. ഓക്കെ, Br മൈനസ് ആണ്. സോ അപ്പോ Br മൈനസ് നെഗറ്റീവ് ആയിട്ടുള്ള ആള് ലെസ് നമ്പർ ഓഫ്. ഓക്കെ, ഹൈഡ്രജൻ പ്ലസ് ആണ്, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജനോട്ട് നെഗറ്റീവ് പാർട്ട് വന്ന് അറ്റാച്ച് ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH3 CH ലെസ് നമ്പർ ഹൈഡ്രജൻ എവിടെയാണ്? അതിൽ നെഗറ്റീവ് പാർട്ട് ആരാ? Br ആണ്. ഓക്കെ, ഇനി കൂടുതലുള്ളവർത്തോട്ട് പോസിറ്റീവ് വന്ന് അറ്റാച്ച്. അപ്പോൾ ഈ ഇവിടെ Br വന്ന് അറ്റാച്ച് ആവുന്ന സമയത്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി CH2. ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ വരുമ്പോൾ എന്തായി? CH3 ആയി. ഓക്കെ, അത് ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്ന് അറ്റാച്ച് ആകുമ്പോൾ എന്തായി? ഇത് ഇങ്ങോട്ടും വരും, എങ്ങോട്ടും പോകും, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇങ്ങോട്ടും പോകും. ഓക്കെ ആണല്ലോ? അപ്പൊ CH3 CH Br CH3 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കോനിക്കോവിന്റെ മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പേര് കൊടുക്കാം. എവിടെ നിന്നാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 1 2 3. ഓക്കെ, 2 ഒരു ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ചിന്റെ പേര് ബ്രോമോ ആണ്. അപ്പൊ 2 ബ്രോമോ
2 ബ്രോമോ 3 എണ്ണം ഉണ്ട്. അപ്പൊ പ്രൊപ്പേൻ 2 ബ്രോമോ പ്രൊപ്പേൻ എന്താണ് 2 ബ്രോമോ പ്രൊപ്പേൻ. അപ്പൊ മേജർ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റിലോട്ട് നെഗറ്റീവ് പാർട്ട് വന്ന് അറ്റാച്ച് ആവും. അപ്പൊ ഇതിന്റെ പേരാണ് 2 ബ്രോമോ പ്രൊപ്പേൻ. 3 കാർബൺ ഉണ്ടോ പ്രൊപ്പേൻ 2 ബ്രോമോ പ്രൊപ്പേൻ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് 2 ബ്രോമോ പ്രൊപ്പേൻ. എന്തായാലും മാർക്കോണിക്കോ പ്രിൻസിപ്പിളോ അല്ലെ ആന്റി മാർക്കോണി. ഓക്കെ, ഇതിന്റെ മുമ്പിൽ ഒരു ആന്റി ചേർത്തു. ഓക്കെ, സിമ്പിൾ. ആന്റി ആണെങ്കിൽ ഒന്നുമില്ല, നേരെ ഓപ്പോസിറ്റ് ഇൻഡിസൈൻ. ഇതിന് ഒരു റിയേജന്റും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിനൊരു റിയേജന്റ് കൂടെ ഉണ്ട്. ആന്റി മാർക്കോണിക്കോ പ്രിൻസിപ്പിൾ ആണ്, സിമ്പിൾ ആണ്. റിയേജന്റ് ആരാ? ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, ആന്റി മാർക്കോണിക്കോ ആയിരിക്കും. അപ്പൊ നമ്മളോട് പറയാം ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതാ മാർക്കോണിക്കോ ആന്റി മാർക്കോണിക്കോ സിമ്പിൾ. ഓക്കെ, സോ ആന്റി മാർക്കോണിക്കോ ആണെങ്കിൽ എന്താ വരിക? നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. എവിടെയാണോ കൂടുതൽ ഹൈഡ്രജൻ ഉള്ള അങ്ങോട്ട് BR അറ്റാച്ച് ആവും. ഓക്കെ, എവിടെ? അതായത് നെഗറ്റീവ് പാർട്ട് എങ്ങനെ അറ്റാച്ച് ആവുക? ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എവിടെയാണോ അവിടെയാണ് നെഗറ്റീവ് പാർട്ട് ഒന്ന് അറ്റാച്ച് ആവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? CH3 ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ CH2 BR. ഓക്കെ, എവിടെയാണ്? CH2 BR. അതായത് നെഗറ്റീവ് പാർട്ട് വന്ന് എങ്ങോട്ട് അറ്റാച്ച് ആവുക? നെഗറ്റീവ് പാർട്ട് വന്നിട്ട് കൂടുതൽ ഹൈഡ്രജൻ ഉള്ളോട്ട് അറ്റാച്ച് ആവും. ദെൻ അടുത്ത കുറവുള്ള ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ആവും. എന്ത്? ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ആവും. പോസിറ്റീവ് പാർട്ട് വന്നു. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് പാർട്ട് വന്നിട്ട് HBRന്റെ പോസിറ്റീവ് പാർട്ട് വന്നിട്ട് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ വന്നിട്ട് അപ്പൊ CH2 ആയി കൂടുതൽ. അപ്പൊ മറന്നു വരുന്നത് നെഗറ്റീവ് പാർട്ട്. ആന്റി മാർക്കോണിക്കോ ആണെങ്കിൽ H2O2 പിന്നെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഹൈഡ്രജൻ എവിടെയാണോ കൂടുതൽ ഹൈഡ്രജൻ എവിടെയാണ് വന്നിട്ടാണ് ആര് അറ്റാച്ച് ആവുക? BR അറ്റാച്ച് ആവുക. ഇത് ഫസ്റ്റ് കാർബൺ ആണ്. നമുക്ക് എന്ത് വിളിക്കാം? ബ്രോമോ പ്രൊപ്പൈൻ. 2 ബ്രോമോ പ്രൊപ്പൈൻ ആണോ മേജർ പ്രൊഡക്റ്റ്? അല്ല, വെറും ബ്രോമോ പ്രൊപ്പൈൻ ആണ് മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ആന്റി മാർക്കോണിക്കോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ആന്റി മാർക്കോണിക്കോ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കോണിക്കോ ആണ് ലെസ് നമ്പറിലോട്ട് ബ്രോമിൻ വന്ന് അറ്റാച്ച് ആവുന്നു. ഇനി നമ്മുടെ ആന്റി മാർക്കോണിക്കോ ആണല്ലോ കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജനോട്ട് ആര് വന്ന് അറ്റാച്ച് ആവും? അതായത് ഡബിൾ ബോണ്ടിന്റെ അവിടെയാണ്. ഇതേ നോക്കരുത്, ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ടാണ് വരുന്നത്. മറന്നു പോയത്. നിങ്ങൾ കൂടുതൽ ഹൈഡ്രജൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യരുതേ. ഓക്കെ, എവിടെയാണ്? നമ്മുടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? ആന്റി മാർക്കോണിക്കോ. ഇതിന് 2-3 പേരുകളൊക്കെ ഉണ്ട്. ക്രാഷ് എഫക്ട്, KH ARSH, ഈ ഒരു പേരും കൂടി ഇതിന് പറയാറുണ്ട്. സോ അപ്പോ ആന്റി മാർക്കോണിക്കോ വരെ ഈ ഒരു നെയിമും കൂടി ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയി എടുത്ത് ഞാൻ പറയാണ്, നാളെ എന്തായാലും എക്സാം ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വുഡ്സ് റിയാക്ഷൻ, നമ്മുടെ സോഡിയം ആദ്യമായിട്ട് വുഡ്സ് റിയാക്ഷൻ, രണ്ടാമത് സിസ് ആൻഡ് ട്രാൻസ് ഐസോമർസും, മൂന്നാമത് മാർക്കോണിക്കോ ആന്റി മാർക്കോണിക്കോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഹൈഡ്രോ കാർബൺ. ഇനി നമുക്ക് സെക്കൻഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഓസോണോസിസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇത് നല്ലപോലെ നിങ്ങൾ പഠിക്കും. ഓക്കെ, താങ്ക്സ് മക്കൾ.